പരിചയമില്ലാത്ത ഭാഷക്കാരുമായിട്ട് നമുക്കെങ്ങനെ സംസാരിക്കാൻ സാധിക്കും? അവരുടെ ഭാഷ നമുക്കും അറിയില്ല, നമ്മുടെ ഭാഷ അവർക്കും അറിയില്ല. എന്ത് ചെയ്യും? ഇനി ഏത് പരിചയമില്ലാത്ത ഭാഷക്കാരുമായിട്ടും നമുക്ക് വളരെ ഈസി ആയിട്ട് സംസാരിക്കാൻ സാധിക്കും. നമ്മൾ പറയുന്നത് അവർക്കും മനസ്സിലാകും, അവർ പറയുന്നത് നമുക്കും മനസ്സിലാകും. ഇതെങ്ങനെയെന്നല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതിനായിട്ട് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റാണ് ഓപ്പൺ ആകുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയത് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തന രീതി എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. നോട്ടിഫിക്കേഷൻ പെർമിഷൻ അത് നമുക്ക് ആവശ്യമില്ല. ഇവിടെ ഡോൺ അലോ കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ചിലപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ആദ്യത്തെ ടാബാണ് നിങ്ങൾ ഓപ്പൺ ആക്കേണ്ടത്. ഈ ടാബ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 2 മൈക്ക് ഇങ്ങനെ കാണിക്കും. ഇത് നമ്മുടെ ഭാഗത്ത് കാണുന്ന ഈ ഒരു പച്ച മൈക്ക് അത് നമ്മൾ സംസാരിക്കേണ്ട മൈക്കാണ്. ഇവിടെ ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കാണുന്ന മൈക്ക് നമ്മളോട് ആരാണ് സംസാരിക്കേണ്ടത് അവർ യൂസ് ചെയ്യേണ്ട മൈക്കാണ്. ഇവിടെ ആദ്യത്തെ ലാംഗ്വേജിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ മലയാളം സെലക്ട് ചെയ്യാണ്. ഇപ്പോൾ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് മലയാളം എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ്. മലയാളം ഇവിടെ വന്നിട്ടുണ്ട്, അത് സെലക്ട് ചെയ്തു. ഇനി നമ്മളോട് ആരാണ് സംസാരിക്കേണ്ടത് അവരുടെ ഭാഷ ഈ രണ്ടാമത്തെ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനവിടെ ക്ലിക്ക് ചെയ്യാണ്. ഏത് ഭാഷക്കാരാണ് അത് നമ്മളിവിടെ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഹിന്ദിയാണ് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഏത് ഭാഷയും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. രണ്ടും ഇവിടെ സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി മൈക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സംസാരിച്ച് തുടങ്ങാം. ഞാനിപ്പോൾ എൻ്റെ മൈക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ സംസാരിക്കുകയാണ്. ഇവിടെ മൈക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ പെർമിഷൻ കൊടുക്കേണ്ടി വരും ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഞാൻ ഓൾറെഡി പെർമിഷൻ കൊടുത്തതാണ്. ഓക്കെ, മൈക്ക് ക്ലിക്ക് ചെയ്യാണ്. നിങ്ങൾ എവിടെ പോകുന്നു? കൃത്യമായിട്ട് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് മൈക്ക് സ്റ്റോപ്പ് ചെയ്താൽ ഉടനെ തന്നെ അവർക്കത് സെൻഡ് ആകും. എഴുതിയിട്ടും കാണിക്കും, വോയിസിലും ഇതുപോലെ കേൾപ്പിക്കും. ഓക്കെ, ഇനി അവർക്ക് എന്താണ് സംസാരിക്കേണ്ടത്? ഈ മൈക്കിൽ ക്ലിക്ക് ചെയ്യുക. മേ മാർക്കറ്റ് മേ ജാ രഹാ ഹൂം. എന്നിട്ട് ആ മൈക്ക് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ലാംഗ്വേജിൽ അവർ പറയുന്നത് എന്താണെന്ന് ഇവിടെ എഴുതി കാണിക്കും. അതുപോലെ തന്നെ വോയിസിൽ നമ്മളെ കേൾപ്പിച്ചു തരികയും ചെയ്യും. ഇവിടെ തന്നെ 2 ഭാഗത്തും സ്പീക്കറിന് ചിഹ്നമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഏത് ഭാഷക്കാരുമായിട്ടും നമുക്കിനി ഈസി ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി വളരെ വ്യക്തമായിട്ട് ധൈര്യമായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഏത് ഭാഷക്കാരുമായിട്ടും വളരെ ഈസി ആയിട്ട് ധൈര്യമായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. നമ്മൾ പറയുന്നത് അവർക്കും മനസ്സിലാകും, അവർ പറയുന്നത് നമുക്കും മനസ്സിലാകും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye.